നമസ്കാരം ഗൈസ്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാം, ചിലർക്കറിയാം, ചിലർക്ക് അറിഞ്ഞുകൂടാ. അത് ബ്രൊക്കോളിയാണ്. അപ്പോൾ അത് ഗ്രീൻ വെജിറ്റബിൾ പെടുന്നതാണ്. അത് കോളിഫ്ലവർ പോലെ ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ കോളിഫ്ലവർ എന്ന് പറഞ്ഞാൽ അറിയാം, ബ്രൊക്കോളി എന്ന് ചിലർക്ക് അറിയില്ല. അപ്പോൾ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യണം? ഇത് സാലഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ജസ്റ്റ് ചൂടുവെള്ളത്തിലിട്ട് 2 മിനിറ്റ് തിളപ്പിച്ച വെള്ളത്തിലിട്ടിട്ട് അത് സ്ട്രെയിൻ ചെയ്തിട്ട് നിങ്ങൾ ലെമൺ ഡ്രസ്സിങ്ങോ ഹണി ഡ്രസ്സിങ് സാലഡായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ കോളിഫ്ലവർ മാതിരി മറ്റേ ഡ്രൈ ആയിട്ട് പ്രിപ്പറേഷൻ, ചില്ലി കോളിഫ്ലവർ മാതിരി അങ്ങനെ പ്രിപ്പറേഷൻ ഉണ്ടാക്കിയാണ്. പിന്നെ കറി ഉണ്ടാക്കാൻ പറ്റും. അതിന് എല്ലാം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും ന്യൂട്രിയൻ വാല്യൂ ഉള്ള സംഭവം തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ന്യൂട്രിയൻ വാല്യൂ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ഉണ്ട്, ഫൈബർ ഉണ്ട്, ഫാറ്റ് 1% ഉള്ളൂ കേട്ടോ. പിന്നെ കൊളസ്ട്രോൾ 0 കൊളസ്ട്രോൾ ആണ്. പിന്നെ പൊട്ടാഷ്യം ഉണ്ട്, സോഡിയം ഉണ്ട്. ഭയങ്കര ന്യൂട്രിയൻ വാല്യൂ ഉള്ള വെജിറ്റബിൾ ആണ്. അപ്പം ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6th സെഞ്ചുറിയിൽ ആണ് ഇത് ഇറ്റാലി സതേൺ ഇറ്റാലിയയിലാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. പിന്നെ അത് ഇപ്പം കണ്ടല്ലോ 2024 അല്ലെങ്കിൽ 2000 ഇന്ത്യയിൽ തന്നെ എത്തി. ഇന്ത്യയിൽ എങ്ങനെ എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഫോറിനേഴ്സ് ഒക്കെ വന്നു, അവരുടെ റിക്വയർമെന്റ്, ഇപ്പോൾ ഇറ്റാലിയിൽ നിന്ന് ആൾക്കാർ വന്നു. ആ സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇംഗ്ലണ്ട്, US എല്ലായിടത്തും ഇത് ഓൾമോസ്റ്റ് വന്നു കഴിഞ്ഞു. അപ്പോൾ അവരൊക്കെ വരുമ്പോഴത്തേക്കും അവർ റിക്വയർമെന്റ് ഉണ്ട്, എനിക്ക് ബ്രൊക്കോളി വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം. പിന്നെ സാലഡ്സ് ഉണ്ട്. അപ്പം അതുകൊണ്ട് നമ്മളും വായിച്ച് യൂസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പം നമ്മളിൽ പല ആൾക്കാരും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ഏറ്റവും വാല്യൂ ഉള്ള സാധനമാണ്. അപ്പോൾ എല്ലാവരും വാങ്ങിച്ച് യൂസ് ചെയ്യുക.